എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളത്തിനടുത്ത് മാമലയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മുരിയമംഗലത്ത് സ്ഥിതി ചെയ്യുന്നതും ഏകദേശം 1000 കൊല്ലത്തോളം പഴക്കമുണ്ടെന്ന് ക്ഷേത്രത്തിൻ്റെ തന്നെ തിടപ്പള്ളിയുടെ വാതിൽപ്പടിക്ക് താഴെ കരിങ്കൽപ്പടിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളതും ആയ മുരിയമംഗലം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. 1000 കുടം ധാരയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മറ്റൊരു വൈഷ്ണവ ക്ഷേത്രത്തിലും ഇല്ലാത്തതാണ് ഈ വഴിപാട്. ഉഗ്രസ്വരൂപനും രോഗനിവാരണത്തിനും വിവാഹത്തിനും സന്താനലബ്ധിക്കും അത്യന്തം ഫലദായകനുമായ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ മുരിയമംഗലം ഗ്രാമം പാരമ്പര്യമായ വേദ അധ്യയനത്തിനും മുറജപം അഥവാ മുറയോത്തിനും പ്രസിദ്ധമായിരുന്നു. മുറയോത്തിന് പ്രസിദ്ധികേട്ട സ്ഥലമായതിനാൽ മുറയോത്തുമംഗലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. മുറയോത്തുമംഗലം ലോപിച്ച് മുരിങ്ങോത്ത് എന്നാവുകയും കാലക്രമത്തിൽ അത് മുരിയമംഗലമായിത്തീരുകയുമാണ് ചെയ്തത്. ഗോപുരം, നടപ്പുര, ബലിക്കപ്പുര, നാലമ്പലം, ചുറ്റമ്പലം, വിളക്കുമാടം, മുഖമണ്ഡപം, നമസ്കാരമണ്ഡപം, ഇരുനില ശ്രീകോവിൽ, മാളിക, ക്ഷേത്രക്കുളം എന്നിവയുള്ളതാണ് ഈ മഹാക്ഷേത്രം. പുരാണ ഇതിഹാസങ്ങളായ മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും സംഭവ പരമ്പരകൾ ദാരുശില്പങ്ങളായി കാലത്തെ അതിജീവിച്ചും മുഖമണ്ഡപം, ബലിക്കപ്പുര, നമസ്കാരമണ്ഡപം എന്നിവയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആധുനിക ചായക്കൂട്ടിൻ്റെ പുറമോടിയില്ലാതെ പ്രകൃതിയിൽ നിന്നും ലഭ്യമായ തനിമയുടെ നിറങ്ങൾ ചാലിച്ച് പൂർവിക ശ്രേഷ്ഠന്മാരായ തച്ചന്മാർ തടികളിൽ ആലേഖനം ചെയ്ത ശില്പങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ശ്രീ നരസിംഹമൂർത്തിയുടെ അവതാരരൂപം മുഖമണ്ഡപത്തിൽ കൊത്തിവച്ചിരിക്കുന്നത് കാലപ്പഴക്കത്തെ സ്പർശിക്കുന്നതാണ്. ബലിക്കപ്പുരയുടെ മുകളിൽ കൊത്തിവച്ചിരിക്കുന്ന താമരയിലുള്ള സരസ്വതി രൂപം പാദബന്ധത്തിൽ കരിങ്കല്ലിൽ തീർത്ത തറയും അതിനു മുകളിൽ കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന നമസ്കാര മണ്ഡപത്തിൻ്റെ മുകൾ തട്ടിലെ നവഗ്രഹങ്ങളുടെ ദാരുശില്പവും ഇവയ്ക്ക് ചുറ്റും ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പ്, സന്താനഗോപാലം, പാലാഴിമഥനം, കിരാതം എന്നീ കൊത്തുപണികളും വിസ്മയമുണർത്തുന്നവയാണ്. ചെമ്പുതകിടുമേഞ്ഞ ഇരുനില ശ്രീകോവിൽ കലശബന്ധത്തിൽ കരിങ്കല്ലിൽ തീർത്ത തറയും ഭിത്തിയും കൂടിയതാണ്. പുരാണ ഇതിഹാസങ്ങളെ ആസ്പദമാക്കി ശില്പികൾ കൊത്തിയുണ്ടാക്കിയ രൂപങ്ങൾ ശ്രീകോവിലിൻ്റെ പുറംഭിത്തിയിൽ സവിശേഷമാണ്. പൗരാണിക കാലം മുതൽക്കേ ചോറ്റാനിക്കര ക്ഷേത്രവും ഈ മുരിയമംഗലം നരസിംഹസ്വാമി ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. കുംഭമാസത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവതിയുടെ പ്രധാന ആറാട്ടായ ഉത്രമാറാട്ട് മുരിയമംഗലം ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിലാണ് നടന്നിരുന്നത്. പിന്നീട് കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇത് നിന്നുപോയി. വീണ്ടും ഇത് പുനഃസ്ഥാപിക്കണം എന്നാണ് ദേവഹിതമെന്ന് ദൈവജ്ഞന്മാർ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് 76 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2012 ഭഗവതിയുടെ ഉത്രമാറാട്ടിനായി മുരിയമംഗലത്തെ ക്ഷേത്രക്കുളത്തിൽ എത്തുകയുണ്ടായി. തുടർന്ന് ഇന്നും അത് മുടങ്ങാതെ നടന്നു വരുന്നു. മഹാക്ഷേത്രത്തിൻ്റെ സർവ്വലക്ഷണത്തോടും കൂടി ചിട്ടപ്പെടുത്തിയ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കൃത്യമായി തന്നെ നടന്നു പോരുന്നു. തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള എരൂർ പ്രദേശത്തെ പുലിയന്നൂർ മനക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനം വഹിക്കുന്നത്. മുരിയമംഗലം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഭക്തനും തപസ്വിയുമായിരുന്ന ഒരു അടികളുടെ മനയായിരുന്നു. മുരിങ്ങോത്ത് അടികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മുറയോത്തിന് അധികാരിയായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ കടുകിട തെറ്റിക്കാതെ നിഷ്ഠയോടെ പാലിച്ചു പോന്ന അടികളുടെ തേവാരമൂർത്തിയായിരുന്നു ഈ ധർമ്മശാസ്താവ്. മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ അടികൾ ജീവിത സായാഹ്നത്തിൽ തൻ്റെ ആരാധനാമൂർത്തിയുടെ ദർശനത്തിന് അതിയായി ആഗ്രഹിക്കുകയും അതിന് വിശിഷ്ടമായ ഹോമാദി കർമ്മങ്ങൾ തൻ്റെ ദൈനംദിന പൂജകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അടികളുടെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ ഭക്തവൻ്റെ ആഗ്രഹനിവൃത്തി വരുത്തുവാനായി നരസിംഹമൂർത്തിയായി ദർശനം നൽകി. ദർശന സൗഭാഗ്യം ലഭിച്ച അടികളോട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നതിന് മറുപടിയായി ഭഗവാൻ സ്വയം ഇവിടെ കുടിയിരുന്ന് നാടിന് ഐശ്വര്യമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഭക്തൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് അതേ ഹോമകുണ്ഡത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി നരസിംഹമൂർത്തിയെ അടികൾ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം.
ജ്ഞാനിയും സിദ്ധനുമായ അടികൾ തൻ്റെ മനക്കണ്ണിൽ ഭഗവാനോടൊപ്പം ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും ഭഗവതിയുടെ ഇച്ഛപ്രകാരം ഭഗവാന്റെ പിൻഭാഗത്തായി കിഴക്കോട്ട് ദർശനമായി ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഹോമകുണ്ഡത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ഈ നരസിംഹസ്വാമിക്ക് ഉഗ്രതാപം അനുഭവപ്പെടുകയും ഇത് തിരിച്ചറിഞ്ഞ അടികൾ സർവനാശം മുന്നിൽ കണ്ട് ഭഗവാന്റെ താപത്തെ ശമിപ്പിക്കുന്നതിനായി തുടർച്ചയായി ജലം അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഈ അഭിഷേകമാണ് പിന്നീട് 1000 കുടം ധാര എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 1000 കുടം അഭിഷേകത്താൽ താപം ശമിച്ച് ശാന്തസ്വരൂപനായി തീർന്ന ഭഗവാൻ ഭക്തരുടെ അഭീഷ്ടസിദ്ധികളെ നിവർത്തിച്ച് ഭക്തസേവകനായി തന്നെ ഇവിടെ വിരാജിക്കുന്നു. ശ്രീമദ്കലങ്ക പരിപൂർണ ശശികോട്ടി ശ്രീധര മനോഹര സടപടല കാന്തി പാലയ കൃപാലയ ഭവാംബുധി നിമഗ്നം ദൈത്യവരകാല നരസിംഹ നരസിംഹ പാദകമലാവനത പാതകി ജനാനാം പാതകദവാനല പതത്രിവരകേതോ ഭാവനപരായണ ഭവാത്രിഹരയാം മാം പാഹി കൃപയൈവ നരസിംഹ നരസിംഹ തുംഗനഖ പങ്ക്തിദലിതാസുരവരാസൃക് പങ്കനവ കുങ്കുമ വിപങ്കില മഹോര പണ്ഡിത നിധാന കമലാലയ നമസ്തേ പങ്കജ നിഷണ്ണ നരസിംഹ നരസിംഹ മൗലിഷു വിഭൂഷണമിവാമരവരാണാം യോഗിഹൃദയേഷു ച ശിരസ്സു നിഗമാനാം രാജദരവിന്ദരുചിരം പദയുഗം തേ ദേഹി മമ മൂർധനി നരസിംഹ നരസിംഹ വാരിജവിലോചനമദന്തിമദശായാം ക്ലേശവിവശീകൃതസമസ്തകരണായാം യേഹി രമയാ സഹ ശരണ്യവിഹഗാനാം നാഥമധിരുഹ്യ നരസിംഹ നരസിംഹ ഹാടകകിരീടവരഹാരവനമാല ധാരരശനാമകരകുണ്ടലമണീന്ദ്രൈ ഭൂഷിതമശേഷനിലയം തവ വപും മേ ചേതസി ചകാസ്തു നരസിംഹ നരസിംഹ ഇന്ദുരവിപാവകവിലോചനരമായ മന്ദിരമഹാഭുജല സദ്വരരഥാംഗ സുന്ദരചിരായ രമതാം ത്വയി മനോ മേ നന്ദിതസുരേശ നരസിംഹ നരസിംഹ മാധവ മുകുന്ദ മധുസൂദന മുരാരേ വാമന നൃസിംഹ ശരണം ഭവനതാനാം കാമദഘൃണിന്നിഖില കാരണനയേയം കാലമമരേശ നരസിംഹ നരസിംഹ അഷ്ടകമിദം സകലപാതകഭയഗ്നം കാമദം അശേഷ ദുരിതാമയരിഭുഗ്നം യ പഠതി സന്തതമശേഷനിലയം തേ ഗച്ഛതി പദം സ നരസിംഹ നരസിംഹ.